നമസ്കാരം. നമ്മുടെ ചർച്ചയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ പറഞ്ഞു നിർത്തിയത് BJP-യുടെ കടന്നുവരവിനെ കുറിച്ചാണ്. അപ്പോൾ മിസ്റ്റർ ഫിക്കോ പറഞ്ഞത് പ്രകാരം അവരുടെ മണ്ഡലമായ പോണ്ടിച്ചേരിയിലെ BJP-യുടെ സ്വാധീനം, മിസ്റ്റർ സഹദ് പറഞ്ഞതുപോലെ കൊട്ടാരക്കരയിൽ BJP കഴിഞ്ഞ തവണ നടത്തിയ അഴിഞ്ഞാട്ടം, ഇതൊക്കെ നമ്മൾ കാണേണ്ട വിഷയങ്ങൾ തന്നെയാണ്. അവർ ഒരു ഭീഷണിയായി മാറിയിട്ടില്ലെങ്കിലും അത് ഏതോ ഒരു ദിക്കിൽ ഉദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭീഷണിയുടെ സൂര്യൻ തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് ഈ എപ്പിസോഡിൽ BJP-യുടെ കടന്നുവരവിനെ പറ്റി ചെറുതായി ഒന്ന് സംസാരിക്കാം. ഇപ്പോൾ ജുബിൻ സാറ് പൊതുമേഖലയിൽ വളരെയധികം ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു മനുഷ്യനാണ്. താങ്കൾക്ക് പല മേഖലകളിൽപ്പെട്ട ആളുകളുമായി പലപ്പോഴും അടുത്തിടപഴകേണ്ടിയും എല്ലാം വരും. അപ്പോൾ ഈ രാഷ്ട്രീയപരമായി ഇപ്പോൾ താങ്കൾ ആ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിലൊക്കെ വളരെയധികം മുന്നിട്ട് പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ്. അപ്പോൾ വെള്ളപ്പൊക്ക സമയത്തൊക്കെ സേവാഭാരതി എന്ന് പറയുന്ന സംഘടന പലതരം കാര്യങ്ങൾ കാണിച്ചു എന്ന് നമ്മൾ പറയാവുന്ന എടുത്തു പറയാൻ ഞാനിപ്പോൾ താല്പര്യപ്പെടുന്നില്ല. താങ്കൾക്ക് ഇത്തരം ആൾക്കാരുമായുള്ള ഇടപെടലുകളിൽ നിന്നും എന്താണ് മനസ്സിലാക്കിയിട്ടുള്ളത്? അവരുടെ രാഷ്ട്രീയം, അല്ലെങ്കിൽ അവരെന്താണ് ഇവിടെ ചെയ്യാൻ ശ്രമിക്കുന്നത്, എന്താണ് അവരുടെ ഉദ്ദേശം? അങ്ങനെയുള്ള ചില കാര്യങ്ങളുണ്ടല്ലോ. ഇപ്പൊ നമ്മുടെ ഇലക്ഷൻ, ഇപ്പോൾ ഈ വാർഡ് ഇലക്ഷൻ, പഞ്ചായത്ത് ഇലക്ഷൻ തുടങ്ങിയതിൽ അവർ ശക്തമായ സ്വാധീനമായി കടന്നു വരുന്നു. അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. താങ്കളുടെ ഒരു നിരീക്ഷണം എന്താണ്? BJP-ക്ക് ഇവിടെ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ? ഇതിനകത്തിപ്പം 2-3 കാര്യങ്ങൾക്ക് ഉത്തരം പറയണം. ഈ പൊതുവെയുള്ള പ്രകൃതി ദുരന്തങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കലാമിറ്റീസ് ഒക്കെ ഉണ്ടാകുമ്പോൾ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കിടെ അങ്ങനെ ചില അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് പറയുമ്പം 2018 ഫ്ലഡില് ഞാൻ ഇവിടുന്ന് വെണ്ണിക്കുളത്തുനിന്ന് തിരുവല്ലയിലുള്ള ക്യാമ്പിലേക്ക് പോകുമ്പോൾ ഒരു വഴിയിൽ ഒരു ഓട്ടോറിക്ഷ ഇങ്ങനെ കേടായി കിടപ്പുണ്ട്. അപ്പോൾ ആ വണ്ടി മാറ്റിയില്ലെങ്കിൽ എനിക്ക് എൻ്റെ കാറിന് പോകാൻ പറ്റില്ല. സ്വാഭാവികമായിട്ട് ഞാൻ ഇറങ്ങിച്ചെന്ന് വണ്ടി സ്റ്റാർട്ടാക്കാൻ സഹായിച്ചു. അപ്പോൾ നോക്കുമ്പം ആ വണ്ടിക്കകത്ത് കുറേ ബ്രെഡ് പാക്കറ്റ് ഉണ്ട്. ഇത് ഇവിടെയുള്ള ലോക്കൽ RSS സേവാഭാരതി പ്രവർത്തകർ ഇവിടെയൊക്കെ കൊണ്ടുപോവുകയാണ്. അപ്പോൾ താഴെത്തട്ടിലുള്ള പ്രവർത്തകരും അണികളുമൊക്കെ അവരുടെ ഇടയിൽ പോലും നല്ല രീതിയിൽ നല്ല ഉദ്ദേശത്തോടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊരു രാഷ്ട്രീയം അല്ലെങ്കിൽ മറ്റൊരു തലത്തിലേക്കുള്ള ചർച്ചകൾ വരുമ്പോൾ തീർത്തും മറ്റൊരു ആംഗിളിൽ വർഗീയതയും അതുപോലെയുള്ള കുത്തിത്തിരിപ്പൊക്കെ കൊണ്ടുവന്ന് ജനങ്ങളെ 2 വശങ്ങളിലേക്ക് അല്ലെങ്കിൽ ഒരു ധ്രുവീകരണം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് അവരുടെ പ്രഖ്യാപിതമായിട്ടുള്ള അജണ്ട തന്നെയാണ്. അപ്പം ഏറ്റവും ഒടുവിൽ നമ്മൾ പങ്കെടുത്ത ചൂരൽമല ഉരുൾപൊട്ടൽ, ആ സമയത്ത് നമ്മൾ കണ്ടത് കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും യുവജന സംഘടനകൾ, അതിപ്പോ DYFI, സേവാഭാരതി, അതുപോലെ തന്നെ SKS, അങ്ങനെ ഒരുപാട് സംഘടനകൾ. അതിൽ ഏറ്റവും കുറച്ച് മാത്രം ഞാൻ കണ്ടത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ്. യൂത്ത് ലീഗ് അടക്കമുള്ള സംഘടനകൾ അവിടെ വളരെ ഊർജിതമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നു. വളരെ ആത്മാർത്ഥമായിട്ട് അവർ ആ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ദുരന്തമുഖത്തും മറ്റു കാര്യങ്ങളിലുമൊക്കെ കാര്യക്ഷമമായിട്ടുള്ള ഇടപെടലുകൾ അവർ നടത്തുന്നുണ്ട്. പക്ഷെ രാഷ്ട്രീയം എന്നൊരു ആംഗിളിലേക്ക് വരുമ്പോൾ, ഇപ്പൊ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ അവർ ഉണ്ടാക്കിയിട്ടുള്ള മുന്നേറ്റത്തെ പറ്റി പറഞ്ഞു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകൾ പൊതുവെ ഗ്രാമപഞ്ചായത്ത്, ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ ഗ്രാമപഞ്ചായത്തുകളിൽ പൊതുവെ ആളുകൾ രാഷ്ട്രീയം നോക്കാറില്ല. ഒരു നല്ലൊരു ശതമാനം വോട്ടുകളും വീഴുന്നത് വ്യക്തിബന്ധങ്ങളുടെ പുറത്തും വ്യക്തി താല്പര്യങ്ങളുടെ പുറത്തുമാണ്. അപ്പോൾ അങ്ങനെ ബന്ധങ്ങളിൽ അധിഷ്ഠിതമായിട്ടുള്ള വോട്ടുകൾ അതൊരിക്കലും ആ ഒരു പ്രദേശത്തിന്റെ രാഷ്ട്രീയ ചിന്ത അങ്ങനെ, അല്ലെങ്കിൽ ആ രാഷ്ട്രീയ സ്വഭാവം അങ്ങനെയാണെന്ന് നമുക്കൊരിക്കലും അത് വെച്ച് വിലയിരുത്താൻ ഒക്കില്ല. BJP-യുടെ ഒരു നയം എന്ന് പറയുന്നത് അവര് ഏത് രീതിയിലും ഭരണ സംവിധാനങ്ങളിലേക്ക് എത്തിപ്പെടുക, ഓരോ സംസ്ഥാനങ്ങളും അവരുടെ ഭരണ സംവിധാനത്തിലാക്കുക എന്നുള്ളൊരൊറ്റ അജണ്ടയിലാണ് വരുന്നത്. അവർക്ക് കേരളത്തില് പിഴയ്ക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മറ്റ് സംസ്ഥാനങ്ങളിൽ പയറ്റി തെളിഞ്ഞ, അല്ലെങ്കിൽ അവിടെ ട്രൈഡ് ആൻഡ് ടെസ്റ്റഡ് എന്ന് പറയുന്ന രീതിയിൽ അവിടുന്ന് വിരിയിച്ചുകൊണ്ട് കൊണ്ടുവരുന്ന
ഐഡിയാസ് ഇവിടെ നടപ്പിലാക്കാൻ ശ്രമിക്കും. അത് അമ്പേ പാളിപ്പോവുകയും ചെയ്യും. അതിന് കാരണം നമ്മുടെ നാട്ടിൽ ഈ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പ് കാലത്ത് കൊണ്ട് സ്ഥാപിച്ചിട്ടുള്ള ഹോർഡിങ്സ് ശ്രദ്ധിച്ചാൽ തന്നെ അറിയാം. ഇനി കേരളം വളരും എന്ന്. ഇവരാരോട് എന്ത് വളരുന്ന കാര്യം പറയുന്നത്? മറ്റ് സംസ്ഥാനങ്ങളിൽ പോകാത്ത ആളുകളാണ് ഉള്ളത്. കേരളത്തിലെ നല്ലൊരു ശതമാനം ആളുകൾ മറ്റു സംസ്ഥാനങ്ങളിൽ പോയി അവിടെ ജോലി നോക്കുന്നവരും അല്ലെങ്കിൽ ആ സംസ്ഥാനങ്ങളോട് യാത്ര ചെയ്യുന്നവരൊക്കെയാണ്. പുറം ലോകം കാണുന്നവരാണ്. ഈ പറയുന്ന സോക്കോൾഡ് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളുടെ അവസ്ഥ എന്താണെന്ന് വളരെ നന്നായി അറിയാവുന്ന ആളുകളാണ് മലയാളികൾ. ഇവിടെ കുറെ ഇവരുടെ തന്നെ താഴെത്തട്ടിലുള്ള അണികളെ ഒന്നും രണ്ടും പറഞ്ഞ് വിശ്വസിപ്പിക്കാമെന്നല്ലാതെ ഒരിക്കലും കേരളത്തിന്റെ ഒരു ഭൂരിപക്ഷ സമൂഹത്തെ അവർക്ക് ഇത്തരം പരസ്യപ്പലകളിലൂടെ ഒരിക്കലും അവരുടെ ഭാഗത്തേക്ക് കൊണ്ടുപോകാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല. പിന്നെ മറ്റെന്തെങ്കിലും രീതിയിലുള്ള താല്പര്യങ്ങൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ സ്വജനപക്ഷപാതമോ സമുദായപരമായിട്ടുള്ള എന്തെങ്കിലും അടുപ്പങ്ങളോ അങ്ങനെയുള്ള രീതികളോ ഒക്കെ ഉപയോഗിച്ച് ആ രീതിയിൽ ഈ പറഞ്ഞ ആചാരം, വിശ്വാസം തുടങ്ങിയ കീവേഡ്സ് ഉപയോഗിച്ച് അതൊരു ഡോഗ് വിസിലായിട്ട് ഉപയോഗിച്ചിട്ട് അവരുടെ ഭാഗത്തേക്ക് ആളുകളെ അടുപ്പിക്കുന്നെങ്കിൽ അത് തീർത്തും മറ്റൊരു ടോപ്പിക് തന്നെയാണ്. അത് പറയുകയാണെങ്കിൽ കുറച്ചുകൂടി സമയമെടുത്ത് സംസാരിക്കേണ്ടി വരും. അത് ഞാൻ എന്തായാലും തൽക്കാലം അതേപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുന്നില്ല. മറ്റേ പാനലിസ്റ്റുകളുടെ പോട്ടെ. തീർച്ചയായും. സഹദ് ഒരു യുവ വ്യവസായിയാണ്. താങ്കളുടെ കസ്റ്റമേഴ്സിൽ BJP അനുകൂലികൾ ഉണ്ടാവാം, BJP അനുഭാവികൾ ഉണ്ടാകാം. അങ്ങനെയുള്ളവരുമായി താങ്കൾക്ക് ഒരു പരിധി വരെയെങ്കിലും രാഷ്ട്രീയം ഒഴിവാക്കണം അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ. പക്ഷെ അവിടെയെങ്കിലും താങ്കൾക്ക് രാഷ്ട്രീയം സംസാരിക്കേണ്ട ഒരു അനുഭവം ഉണ്ടായിരിക്കാം എന്ന് ഞാൻ ഊഹിക്കുന്നു. ഒരു ആവറേജ് BJP അനുഭാവി കേരളത്തിലെ പ്രത്യേകിച്ച് എന്താണ് അവരുടെ ഒരു മൈൻഡ് സെറ്റ്? അത് തികച്ചും കൗതുകകരമായ ഒരു വസ്തുതയാണ്. കാരണം കേരളത്തിൽ ജനിച്ചു വളർന്ന ഒരു വ്യക്തി BJP പോലെ ഒരു പാർട്ടിയെ സപ്പോർട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. പക്ഷെ എന്താണ് അവരുടെ ഒരു ചിന്താഗതി? അങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങൾ താങ്കൾക്ക് ഉണ്ടായിട്ടുണ്ടോ? ബിസിനസ്സിൽ നമ്മൾ രാഷ്ട്രീയം അങ്ങനെ കൊണ്ടുവരാറില്ല പൊതുവെ. പിന്നെ നമ്മൾ അതിനിറങ്ങുമ്പോ പ്രോഡക്റ്റ് കൊടുക്കുക, അല്ലെ സർവീസ് കൊടുക്കുക, പൈസ മേടിക്കുക, പോവുക, ഇത്രയേ ഉള്ളൂ അവിടെ സംഭവിക്കുന്നത്. പക്ഷെ അല്ലാത്ത ചില സന്ദർഭങ്ങളിൽ ഇപ്പൊ പൊതുവായിട്ട് ആള് കൂടുന്നിടത്ത്, ഇപ്പം ഉദാഹരണം പറയുന്നത്, ഞാൻ വണ്ടിയുടെ ടെസ്റ്റിനൊക്കെ പോകുമ്പോൾ, CF ടെസ്റ്റിനൊക്കെ പോകുമ്പോൾ ഒത്തിരി ആൾക്കാർ അവിടെ ഉണ്ടാവും. അപ്പൊ അവിടെ ഒത്തിരി നേരം കാത്തു കെട്ടി കിടക്കേണ്ട അവസ്ഥയും വരും. അന്നേരമൊക്കെ ഇങ്ങനെ സംസാരങ്ങൾ, ഇപ്പം ഇലക്ഷൻ ടൈം ആണെങ്കിൽ രാഷ്ട്രീയം സംസാരിക്കുക, അല്ലാത്തപ്പോഴാണെങ്കിൽ വണ്ടിയുടെ കാര്യം സംസാരിക്കുക, അങ്ങനെയൊക്കെ സംസാരങ്ങളുണ്ടാവും. അപ്പൊ ഞാൻ അവിടെ നിന്നപ്പോ ഒരു പ്രത്യേക വ്യക്തിയെ, ഈ ഒരു ടിപ്പിക്കൽ സ്പെസിമെൻ എന്ന് പറയാൻ പറ്റുന്ന ഒരു വ്യക്തിയെ ഞാൻ കണ്ടു. അതായത് ഈ പറഞ്ഞ കണക്കിന് ഒരു ശരാശരി BJP അനുഭാവി എങ്ങനെയായിരിക്കും എന്നുള്ള ഒരു കഥാപാത്രത്തിനെ ഞാൻ കണ്ടു. പുള്ളി ഇങ്ങനെയാണ് ആദ്യം പറഞ്ഞു വരുമ്പോൾ പറയുന്നത്. ഇവർ തുടങ്ങുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഒരു ഇതുണ്ടല്ലോ, അതായത് ഭരണവിരുദ്ധ വികാരം എന്നൊക്കെ പറയുന്ന നമ്മുടെ ഒരു തൃപ്തിയില്ലായ്മ ഉണ്ടല്ലോ നാട്ടിലെ കാര്യങ്ങളെ പറ്റി. അതായത് റോഡ് കൊള്ളില്ല, അത് കൊള്ളില്ല, ഇത് കൊള്ളില്ല, അതൊക്കെ പറഞ്ഞ് കുറച്ച് കഴിയുമ്പോ ഇവര് പറയുന്നത് ഇതിന്റെ പ്രതിവിധി എന്താണ്? പ്രതിവിധി എന്ന് പറയുന്നത് ഇവര് കൊണ്ടെത്തിക്കുന്നത് ചില സമുദായങ്ങൾ, പർട്ടിക്കുലർ സമുദായങ്ങൾ ഇവിടെ എന്തോ അനധികൃതമായിട്ട് നേടുന്നു. അങ്ങനെ ഫസ്റ്റ് അത് പറയും. ഇത് കേരളത്തിന്റെ സാഹചര്യത്തിൽ അതാണ് പറയുന്നത്. കാരണം അവരെന്തോ ഈ അനാപത്തായിട്ട് നേടുന്നു എന്ന് പറയുന്ന കണക്ക് ഒരു സാധനം പറയും. അപ്പം അപ്പം ഭൂരിപക്ഷ സമുദായത്തിലുള്ള ഒരാൾ എന്താ ചിന്തിക്കുന്നത്, ശരിയായിരിക്കും, ആ രീതിയിലാണ് അവരത് പറയുന്നത്. അപ്പം ന്യൂനപക്ഷത്തിലുള്ള ഒരാളെ ചിന്തിക്കുന്നത് അങ്ങനല്ല, ഇങ്ങനെയാണെന്ന് നമ്മൾ തർക്കിക്കാനായിട്ട് ചെല്ലും. അപ്പൊ ഇത് ഒരു പോളറൈസേഷൻ സൃഷ്ടിക്കുന്നതും, ആ പോളറൈസേഷനിൽ അവരുടെ ഭാഗത്ത് നിൽക്കുന്നവരുടെ വോട്ട് മതി അവർക്ക്. അതാണ് അവരുടെ അപ്പൊ അങ്ങനെയാണ് അവരത് ടാക്ടിക്സ് കൊണ്ടുവരുന്നത്. പിന്നെ ഫസ്റ്റ് ഇവരുടെ മെയിൻ 2 സാധനം എന്ന് വെച്ചാൽ ഭയവും നുണയും. ഒരു സൈഡിൽ ഇവർ ഭയം ഉണ്ടാക്കുന്നു. അതായത് ജനസംഖ്യയിൽ 80% ഞാൻ സമുദായത്തിന്റെ പേരൊന്നും പറയുന്നില്ല, പക്ഷെ 80% സമുദായത്തില് 20% മാത്രമുള്ള ആൾക്കാർ നിങ്ങളെ എന്തോ ചെയ്യാൻ വരുന്നു എന്നുള്ളൊരു ഭയവും ഒരു സൈഡിൽ ഉണ്ടാക്കും. അടുത്ത സൈഡിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നുണ. അതായത് ഈ വികസിത കേരളം ഞങ്ങൾ വികസിപ്പിക്കാമെന്ന് പറയുന്ന കണക്ക് കേരളത്തിന്റെ വികസന മോഡൽ എന്താണെന്ന് സത്യം പറയാൻ നോർത്ത് ഇന്ത്യയിലുള്ളവർക്ക് ക്ലിയർ ആയിട്ടില്ല. അത് ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ അവർ വന്നിട്ട് നമ്മുടെ നാട്ടിൽ വന്ന് ഈ ഉപരിപ്ലവമായിട്ടുള്ള വികസനമാണ് ഇവരുടേത്. ഇപ്പൊ ഇവര് വന്നപ്പം ടോയ്ലറ്റ്, അല്ലെങ്കിൽ ഹൈവേയുടെ കാര്യം പറയും. ഇവിടെ ടോയ്ലറ്റ് എല്ലാ വീട്ടിലും എല്ലാവർക്കും സ്വന്തം കാശിന് വെക്കാനായിട്ടുണ്ട്. ഇനി അതും അല്ലെങ്കിൽ പഞ്ചായത്തിൽ എഴുതി കൊടുത്താൽ കിട്ടും.
പിന്നെ എക്സ്പ്രസ് ഹൈവേയുടെ കാര്യം പറയാം. നമുക്കത് ഉപയോഗപ്പെടുന്ന ഒരു സാധനമല്ല. നമുക്ക് സത്യം പറഞ്ഞാൽ അടുപ്പിച്ചടുപ്പിച്ച് ടൗണുകളായതുകൊണ്ട് എക്സ്പ്രസ് ഹൈവേ കാണിച്ച് വികസനം അതാണ് എന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ വികസനം എന്ന് വെച്ചാൽ ഓരോ പഞ്ചായത്തിലും ഓരോ വാർഡിലും ഉള്ള ആശുപത്രി, സ്കൂള്, അല്ലെങ്കിൽ അടിസ്ഥാന സൗകര്യങ്ങൾ, കുടിവെള്ളം, ഇതൊക്കെയാണ് നമ്മുടെ വികസനം. അപ്പൊ ഇത് ഒരിക്കലും അവിടെ അച്ചീവ് ചെയ്യാൻ പറ്റാതെ അവരിവിടെ വന്നിട്ട് പറയുന്നത് ഇതൊന്നും അല്ല, അവിടെ അങ്ങനെ ഉണ്ട്, ഈ ഗുജറാത്ത് മോഡൽ എന്നൊക്കെ പറയും. ഇവരുടെ ഓരോ മോഡൽസ് ശ്രദ്ധിക്കണം. അത് തന്നെ നുണ വെച്ചിട്ടുണ്ടാക്കിയ ഒരു സാധനം. ഒരു ഓറ ക്രിയേറ്റ് ചെയ്യുക, ഒരു പെഴ്സോണ ക്രിയേറ്റ് ചെയ്യുക. ഇതിന്റെ ബേസിസിൽ കുറച്ചു പേരെ അങ്ങ് ഇങ്ങനെ ഈ മതങ്ങളൊക്കെ ആൾക്കാരെ ഇതാക്കുമല്ലോ, ഒരു പ്രലോഭനം കൊടുക്കുന്ന കണക്ക് ഒരു പ്രലോഭനമാണ് ഇവരുടെ അണികളിൽ ഞാൻ കണ്ടത്. അവരടുത്ത് യാഥാർത്ഥ്യം സംസാരിക്കാൻ ചെല്ലുമ്പോ ഇവര് മോഡൽ ഗുജറാത്ത് മോഡൽ എന്ന് പറയുമ്പോൾ എന്ന് ഇടയ്ക്കത് ഇടപെട്ടോട്ടെ. ഈ 2-3 വർഷം മുമ്പ് ഗാന്ധിനഗറില്, അതായത് ഗുജറാത്തിലെ അഹമ്മദാബാദിന്റെ അടുത്ത് കിടക്കുന്ന ഒരു സ്ഥലമാണ് ഗാന്ധിനഗർ എന്ന് പറയുന്നത്. ഗാന്ധിനഗറിൽ പോയിട്ട് നമുക്കറിയാവുന്ന ഒരു സുഹൃത്തുപൊത്ത് ഞാൻ പോയപ്പോൾ അവിടെ ടൗണിൽ വലിയ കെട്ടിടങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതിൽ നിന്ന് കഷ്ടിച്ച് 100 മീറ്റർ മാറി ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് ഉണ്ടാക്കിയ കൂടാര പോലുള്ള വീടുകൾ. അത് ഒരിക്കലും നാടോടികളാണെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം അവരവിടെ സ്ഥിരമായിട്ട് താമസിക്കുന്നതിന്റെ എല്ലാ ലക്ഷണങ്ങളും ഉണ്ട്. ദേ ആർ സെറ്റിൽഡ് ദർ. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വെറും പ്ലാസ്റ്റിക് ഷീറ്റും മരക്കമ്പുകളും വലിച്ചു കെട്ടി കഴിയുന്ന ആളുകളുണ്ട്. അതാണ് ഇവർ പറയുന്ന ഗുജറാത്ത് മോഡൽ. കേരളത്തിൽ അങ്ങനെ എത്ര പേര് താമസിക്കുന്നുണ്ട്? കേരളത്തിൽ അങ്ങനെ ആരെങ്കിലും താമസിക്കുന്നുണ്ട്? കേരളത്തിൽ റേഷൻ കാർഡുള്ള ആരെങ്കിലും അങ്ങനെ താമസിക്കുന്നുണ്ടോ? അപ്പോൾ ഈ ഗുജറാത്തിലേക്ക് പോകുമ്പോൾ, മഹാരാഷ്ട്രയിൽ നിന്ന് നമ്മൾ ട്രെയിൻ വഴി മാത്രം, ബൈ റോഡ് പോട്ടെ, ട്രെയിൻ വഴി മാത്രം ഗുജറാത്തിലേക്ക് കടക്കുമ്പോൾ റെയിൽവേ പാളത്തിന് ഇരുവശമുള്ള ചേരികൾ, പുറമ്പോക്കിൽ താമസിക്കുന്ന ആളുകൾ, അവരുടെ ജീവിത നിലവാരം അതെന്താണെന്ന് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ ഈ പറഞ്ഞ റെയിൽവേ പുറമ്പോക്കുകളും അവിടെ താമസിക്കുന്ന ആളുകളും കുടിലുകളും ഒക്കെ ഉണ്ടായിരുന്നു. എന്തിന് കൂടുതൽ പറയണ്ട, നമുക്ക് ചങ്ങനാശ്ശേരിയിൽ നിന്ന് നമ്മൾ മുണ്ടക്കയത്തേക്ക് പോവുകയാണെങ്കിൽ കറകച്ചാൽ ആ ഒരു ഭാഗത്തൊക്കെ ഈ പറഞ്ഞാൽ വഴിവരികിൽ, ഞാൻ ഈ അടുത്തിടയ്ക്കാണ് ആ ഒരു കാര്യം പെട്ടെന്ന് ആലോചിച്ചത്, ഒരുപാട് കുടിലുകൾ ഉണ്ടായിരുന്നു പുറമ്പോക്കിൽ താമസിച്ചിരുന്നത്. പക്ഷെ ഇപ്പോൾ കഴിഞ്ഞൊരു 15 വർഷമായിട്ട് അവിടെ അങ്ങനത്തെ ഒരൊറ്റ വീടുകളോ കുടിലുകളോ ഒന്നുമില്ല. എല്ലാവർക്കും ഭൂമി സ്വന്തമായിട്ട് കിട്ടി, എല്ലാവർക്കും സ്വന്തമായി നല്ല വീടുകളുണ്ടായി. ഇതൊക്കെയാണ് കേരള മോഡൽ എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ എങ്ങും പ്രസിദ്ധപ്പെടുത്താൻ പോകാത്തതാണ് ഇവന്മാർ ഇങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വരുന്നൊരു കാര്യം. കാരണം ഇവർക്കിപ്പോഴും ഇവിടുത്തെ കാര്യം സഹദ് പറഞ്ഞ വളരെ കൃത്യമായിട്ടൊരു നിരീക്ഷണമാണ്. ഇവിടുത്തെ കേരള മോഡലിന്റെ കാര്യം എന്താണെന്ന് ഇവർക്കിപ്പോഴും വ്യക്തമായിട്ട് ധാരണ കിട്ടിയിട്ടില്ല. ഇവിടെ അവര് ഈ ഉപരിപ്ലവമായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ അതിൽ അവർ ഉന്നയിക്കുന്ന കാര്യങ്ങൾ, ശബരിമലയിലെ വിഷയം, ഇത്ര വലിയ ഫ്ലക്സ് അടിച്ച് വെച്ചിട്ട് ശബരിമലയിലെ സ്വർണം കട്ടോണ്ട് പോയി. സ്വർണം കട്ടോണ്ട് പോയിട്ട് ഇവിടെ കേസെടുത്ത ആരാണ്? ഏത് സർക്കാരാണ് കേസെടുത്തത്? അതിൽ ആരൊക്കെ പ്രതിയായിട്ടുണ്ട്? ഇതൊന്നും ആരും മിണ്ടത്തില്ല. ശബരിമലയിലെ സ്വർണം കട്ടോണ്ട് പോയി. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം അങ്ങ് ക്രിയേറ്റ് ചെയ്യും. രണ്ടാമത്തെ കാര്യം പറയും, അവിടെ ബീഫ് കഴിക്കുന്നു. ഈ പറയുന്ന BJP പ്രവർത്തകർ തന്നെയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ബീഫ് വാങ്ങി കഴിക്കുന്നത്. ഏതെങ്കിലും ഒരു കമ്പനി വന്ന് കൂടാൻ നമ്മുടെ കൂടെ വന്നു കഴിഞ്ഞാൽ അത് ജാതി ഭേദം തന്നെ എല്ലാവരും നമ്മൾ സുഹൃത്ത് സദസ്സുകൾ കൂടാറുണ്ട്, ഭക്ഷണം മാറ്റി കഴിക്കാറുണ്ട്. ബീഫിലേക്ക് ഏറ്റവും ആദ്യം തെറി പറയുന്നത് ഇവിടുത്തെ BJP-ക്കാരായിരിക്കും. ആ സംശയമില്ലാത്ത കാര്യമാണ്. എന്നിട്ട് അവരുടെ ആളുകൾ തന്നെ അവിടുന്ന് ഇങ്ങനത്തെ ചില ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ മിണ്ടാതിരിക്കും. ഇപ്പൊ തിരുവനന്തപുരം നഗരം ഭരണം പിടിച്ചെടുത്തു എന്നതിന്റെ പേരിൽ കൊട്ടിഘോഷിച്ച് ബ്ലൂ പ്രിന്റ് കൊണ്ടുവരും, നഗരം മുഴുവൻ അങ്ങനെയാക്കും ഇങ്ങനെയാക്കും എന്നെല്ലാം പറഞ്ഞു വന്നിട്ട് ഇപ്പോൾ കുടിവെള്ളമില്ല, മാലിന്യ സംസ്കരണം മര്യാദയ്ക്ക് നടക്കുന്നില്ല, തെരുവുനായകളുടെ എണ്ണം കൂടി, വഴിവിളക്കുകൾ കത്തുന്നില്ല. അങ്ങനെ ഒരുപിടി പ്രശ്നങ്ങൾ ഇപ്പൊ തന്നെ ആയിട്ടുണ്ട്. കഷ്ടിച്ച് 6 മാസം പോലും ആയിട്ടില്ലെന്ന് ഓർക്കണം. അപ്പോൾ ഇതാണോ കേരളത്തിൽ ഇവർ കൊണ്ടുവരാൻ ഉദ്ദേശിച്ച മാറ്റത്തിന്റെ സാമ്പിൾ എന്ന് ചോദിക്കണമെന്നുണ്ട്. പക്ഷെ ആരെയും കാണുന്നില്ല. അതൊരു തുടക്കമായിരിക്കും ഈ പറയുന്ന മോഡലുകളിലേക്ക് കേരളത്തിലെ കൊണ്ടുപോകുക എന്നുള്ളതിന്റെ. ശരിയാണ്, ജുബിൻ സാർ പറഞ്ഞത് വളരെ ശരിയാണ്. കാരണം ഇവർക്ക് ഇവരുടെ മുമ്പിൽ ചില കോൺസെപ്റ്റുകളുണ്ട് അവർ കണ്ടിട്ടുള്ളത്, അതിനെ വെച്ച് ഇവിടെ വിൽക്കാൻ ശ്രമിക്കുകയാണ്. ഉദാഹരണത്തിന് കേരള സ്റ്റോറി പോലെയുള്ള സിനിമകൾ, അതിന്റെ 1-ാം ഭാഗം ഞാൻ കണ്ടിരുന്നില്ല. 2-ാം ഭാഗം ഒരു പ്രത്യേക സാഹചര്യത്തിൽ തിയേറ്ററിൽ പോയി കണ്ടു. കാരണം അതിൽ ഒരു മലയാളി യുവതിയെ നിർബന്ധിച്ച് ബീഫ് കഴിപ്പിക്കുന്ന ഒരു സീനുണ്ടായിരുന്നു. അതെന്താ സംഭവം എന്നൊന്നും അറിയണമല്ലോ. ഇവിടെ മലയാളി യുവതികളെ നമ്മൾ നിർബന്ധിക്കേണ്ട ആവശ്യമില്ല ബീഫ് കഴിക്കാൻ.
ഒരു 2 പൊറോട്ട വെച്ച് കൊടുത്ത് കുറച്ച് ബീഫ് കുളമ്പി കൊടുത്താൽ സന്തോഷത്തോടെ കഴിച്ചോളൂ. അവര് സാധാരണ നമ്മുടെ ബീഫ് എടുത്തോട്ട് പോകുന്നതാണ് പതിവ്. അതെ. അപ്പൊ ആ രംഗം ഒന്ന് കാണണമല്ലോ എന്ന് കരുതി ആ സിനിമ തിയേറ്ററിൽ പോയി കണ്ടു. അന്നൊരു ക്ലയന്റ് മീറ്റിംഗ് ഉണ്ടായിരുന്നു, അതിന് പോയിട്ട് വരുന്ന വഴിക്ക് കയറിയതാണ്. പക്ഷെ അത് സിനിമ വളരെ ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള ഒരു വിമർശിക്കാൻ വേണ്ടി കാണുന്നത് തെറ്റില്ല. ഇല്ല, ഞാൻ ആസ്വദിക്കാൻ വേണ്ടിയാണ് പോയത്. എനിക്കിതിൽ മനസ്സിലാവാത്ത പോയ കാര്യം ഈ ബീഫ് സീക്വൻസ് ആണ്. കാരണം അത് നമ്മുടെ ആലപ്പുഴ കുട്ടനാടൊക്കെയാണ് കാണിക്കുന്നത് തോന്നുന്നു. വള്ളവും വഞ്ചിയും കയറും ഒക്കെ ഉണ്ട്. അങ്ങനെയുള്ള ഒരു കുടുംബമാണ്. ആ കുടുംബത്തിൽ നിന്നൊരു പെൺകുട്ടിയെ ഒരു വിവാഹിതനായ മുസ്ലിം യുവാവ് വളച്ച് കെട്ടുന്നു. കെട്ടി പിന്നീട് അവളുടെ സ്വാതന്ത്ര്യം ഹനിക്കപ്പെടുന്നു. ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാണ്. അപ്പൊ അതിൽ അവളെ നിർബന്ധിച്ച് ബീഫ് കഴിപ്പിക്കുന്നു. അത് കണ്ടിട്ട് ഞാൻ കൂടെ വന്ന ഒരു ഗുജറാത്തുകാരനാണ് സുഹൃത്ത്. അദ്ദേഹത്തിനോട് ഞാൻ പറയുകയുണ്ടായി, ബീഫ് കഴിക്കാൻ അങ്ങനെ ആരെയും നിർബന്ധിക്കേണ്ട ആവശ്യമില്ല, പ്രത്യേകിച്ച് കേരളത്തിൽ. അപ്പം അവനതറിയാം. എന്റെ പുറയിൽ കുറച്ച് ആന്റിമാർ ഇരിപ്പുണ്ടായിരുന്നു. അപ്പം സിനിമ തുടങ്ങുന്നതിന് മുമ്പ് ഇവർ തമ്മിലുള്ള ഒരു ചർച്ച, അതാണ് ഞാൻ ഏറ്റവും കൂടുതൽ ആസ്വദിച്ചത്. അവര് കന്നഡയിലാണ് സംസാരിക്കുന്നത്. അപ്പൊ കന്നഡ എനിക്കറിയാം. അത് കാരണം കുറച്ച് രസകരമായിരുന്നു. കാരണം ഓരോരുത്തരുടെ കാര്യം പറയണം, അതിങ്ങനെ അതങ്ങനെ. അവര് താലിബാനിലല്ലേ പോയത്? താലിബാനോ? ICC പോയ കേസ് ഞാൻ കേട്ടിട്ടുണ്ട്. താലിബാനിലോട്ട് ഇവിടെ ആള് പോയി എന്നൊക്കെ. അപ്പൊ ഞാനിങ്ങനെ ഒന്ന് തിരിഞ്ഞു നോക്കിയപ്പോ അവർ പെട്ടെന്ന് സൈലന്റ് ആയിട്ട് പോകും. പിന്നെ പടം നടക്കുന്നതിനിടയ്ക്ക് അങ്ങ് കമന്ററിയാണ്. അപ്പൊ അതാണ് ഞാൻ ഏറ്റവും കൂടുതൽ ആസ്വദിച്ചത്. പിന്നെ ഈ നിർബന്ധിച്ച് ബീഫ് കഴിപ്പിക്കുന്ന രംഗം, അതും ഓവറോൾ പടം വളരെ ഡിസ്റ്റർബിംഗ് ആണ്. കാരണം അവർ ആ ഫോർമുല തന്നെ ഇവിടെ വിൽക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷെ അതിന്റെ ഏറ്റവും ദുഃഖകരമായതും എന്നാൽ രസകരമായ ഒരു ഫാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഓഡിയൻസിനെ അത് ഭയങ്കരമായിട്ട് സെർവ് ചെയ്യുന്നുണ്ട്. ഒരു പ്രൊഡക്റ്റിന് ഒരു കൺസ്യൂമർ ഉണ്ടാവുമല്ലോ എന്ന് പറയുന്നത് ഇത്തരം സിനിമകൾക്ക്. അപ്പൊ ഞാൻ ഓർത്തു, ഇത് മോസ്റ്റ്ലി ആ സിനിമ എന്ന് പറഞ്ഞാൽ മോസ്റ്റ്ലി അതൊരു നോർത്ത് ഇന്ത്യൻ സ്റ്റോറിയാണ്. അതിന് കേരള സ്റ്റോറി എന്ന ഒരു പേരിട്ടത് വിൽക്കാൻ വേണ്ടി തന്നെയാണ്. അതിനുവേണ്ടി കേരളത്തിലെ ഒരു സീക്വൻസ് അവിടെ ഉണ്ടാക്കുകയും ചെയ്തു. നോർത്ത് ഇന്ത്യ നടക്കുന്ന 2 കഥകളാണ് ഇതിലെ മേജറായിട്ടുള്ള ഇൻസിഡൻസ്. കേരളത്തിലെ മേജർ ഇൻസിഡന്റ് തന്നെയാണ്. പക്ഷെ അത് ഇറ്റ് ഈസ് സോ ഫേക്ക്, വളരെ ഫേക്ക് ആണിത്. കാരണം എനിക്ക് ഇവിടെ ബീഫ് കഴിക്കാത്തവർ കഴിക്കത്തില്ല എന്നുള്ളൂ. മേ ബി ഡ്യൂ ടു സം റീസൺ, ഹെൽത്ത് റീസൺ ആവാം, അല്ലെങ്കിൽ കഴിച്ച് ശീലമില്ലാത്തവരുണ്ട് ഇവിടെ. അല്ലാതെ നിർബന്ധിച്ച്, അത് വളരെ സോഷ്യലായി ഫ്രീ തിങ്കേഴ്സ് ആയ ഒരു അച്ഛന്റെ അമ്മയുടെയും മകളാണ് ഈ പെൺകുട്ടി. അവിടെ ഉറപ്പായിട്ടും ബീഫ് വേവും എന്നുള്ള കാര്യം നമുക്കറിയാം. അമ്പലവാസികളോ ബ്രാഹ്മണരോ ഒക്കെ ആണെങ്കിലോ ഒക്കെ അവരുടെ അങ്ങനെയല്ല ഫാമിലിയെ കാണിച്ചിരിക്കുന്നത്. വളരെ ഫ്രീ തിങ്കിങ് ആയിട്ടുള്ള, അതായത് ഒരു മുസ്ലിം യുവാനോടൊപ്പം ലിവ് ഇൻ റിലേഷൻ പോവുകയാണെന്ന് പറയുമ്പോൾ അനുഗ്രഹിച്ച് അയക്കുന്ന ഒരു അച്ഛനും അമ്മയും. ആ വീട്ടിൽ ബീഫ് വേവില്ല എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ട്. ഇവിടെ യാഥാസ്ഥിതികരായ പലരുടെയും വീട്ടിൽ ബീഫ് വേവെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എനിവേസ്, നമുക്ക് ഫിക്കോയിലേക്ക് ഒരിക്കൽ കൂടി പോകാം. സോ ഫിക്കോ, in your observation, Tamil Nadu is also a state like Kerala, which is having its own traditional politics. So in your observation, what are you seeing there? Is it going to change? BJP is going to make some impact? Or you had a retired IPS person who was making some trends at some point of time, social media. I think he is no longer in the picture. What's happening there? Yeah, so I would like to start from where fellow panelists Sahad and Jubin touched upon. So when it comes to this particular party, what we are talking about, why they could not defeat Kerala model and the Dravidian model. Yeah, so just to understand that, why they are publishing Gujarat model, why not UP model, why not Maharashtra, why not other things, but they are just focusing on Gujarat, right? It's just because there is one person or a couple of guys from that particular area and then promoting that particular state. Yeah, and where Jubin clearly mentioned, there are big buildings and that's what they are showing, right? And at some point of time when foreigner came, right, I don't want to mention the name, so when the foreigner came, they just put one green screen and then they just I don't know, it's like covered everything. Yeah, I don't know, it's like vanished the whole part of that. The real side of Gujarat was it's been
covered, and they didn't want to show the world that this is the real Gujarat, and that is the real Gujarat model created by the so-called uh, I don't know, Chanakya and entire Emperor. political degree holder. Yeah. Vishwaguru. Yeah, Vishwaguru. So now, since you asked, like I was listening to Sahad and Jubin, right? So if you see Kerala and Tamil Nadu, right? Why these people are not making too much noise? Because they don't just make noise; they just do it in their actions, right? They just prove it, and the literacy rate is there. You don't have to run around. It's just the statistics, right? You have the data. People are educated here, and then when you one thing I would like to say when it comes to Kerala and Tamil Nadu, right? So Tamil Nadu, including me, right, we are not happily studying Hindi. Yeah, but then you people accepted it, and then I know, like, most of my friends from Kerala, you people speak fluently Hindi, but I don't have any issues there. I'm saying we don't accept it because we are happy with two language policy. Right now, they are promoting the three language policy is the most important thing for India. My question is that since you are promoting three language policy, most of the I don't want to generalize, but then like I have to. So the people come from the northern part, right? Are they speaking English? So which is the second language they are learning? Which is the third language they are learning? So you don't even have single language policy, first of all, because I don't know, like they don't have their own language, mother tongue. Most of my Bihari friends, right? They don't speak Bhojpuri. They don't speak Maithili. Yeah, they speak Hindi, which means you have lost your own identity, which we don't want to lose. Yeah, and I'm not saying when I look at Malayalis, right? You speak to me in Malayalam, you speak to me in Tamil, you speak to me in English. With others, you speak in I don't know, like Hindi or even Kannada. Right now, how many languages they are speaking to you? It's just one language. Right, it's not even their mother tongue, so you're losing your identity. It's something where it comes like the political agenda is happening there, and then slowly the shift happened, which people didn't agree, and now they are not agreeing to it. Right now, when it comes to this Kerala model and then this Dravidian model, right, these people have proved that it will give you growth in terms of policies, in terms of infrastructure, in terms of education, in terms of women empowerment. The so-called I usually don't watch that. Not usually. I have never seen that Man Ki Baat or Tiger Ki Baat. I don't know what it is. Usually, I have heard that it is something. Our Prime Minister speaks about it. I don't know about that, but so where is the women empowerment, right? When the bill recently they tried to pass, which failed, right? So if you look at it on the bigger picture, right? They brought it in 2023, if I'm not wrong, a bill which was agreed and approved by the whole, the set of people, right? All the elected MPs. Yes. Yeah. I just had a word with it with one of my friends, and I was asking him, like, this is about some women empowerment they were focusing this time, and we all disagree to it, and we won, and the bill didn't get passed. So I was asking him, is it a justice for women? Is it a win? Is it just a win for us, or is it a win for everyone? So he mentioned this 2023 thing. It's only about increasing the number of seats, and they can even go ahead and rewrite the constitution later. So that's what they are trying to do. Yeah. So the my understanding, and I have watched other analysts, right? So what they are saying is that basically they are not going to empower women. Yeah, they are just increasing the number of seats. Now, what is the problem in increasing it? Why other parties are against it? If they are increasing the number of seats, then it is for everyone, right? Not just for BJP, right? So why people are against it? The real problem is that currently
the percentage of representation from the southern part, right? It's mostly in single digit or in meager point of double digits, like 13% or something like that, right? So when the new bill comes and then the number of seats increase, it's doubling, like 50% something they are saying, right? And it's not even matching the numbers of 2011 population, the thing they have done, right? Because till now it's 2026, and even today we are just focusing about 2011 population census, right? So when they increase it, they are increasing the numbers in their stronghold. If you see, it is increasing in Bihar, it is increasing in UP, it is increasing in Gujarat and other parts. But the number of seats will increase to maybe handful numbers in southern states, and we won't have much of representation compared to them. Already, if they are planning to implement some policies, right? It is failing from our end because opposition doesn't have the numbers to oppose it, right? But once they increase, and then I don't know, we really don't know how they are winning all the elections, which is again politically debatable topic. Once they increase it, I don't think we will ever have any kind of voice as a southern part of India, right? So now, not just southern part of India, as people of India, we will not have that much of a voice once a group of people are owning the power. So it's not just BJP. There are people who controls the BJP, right? So correct. it is their interest at the end of the day. And interestingly, you spoke about language, which was a very good pointer. So I saw an interview by you know about the books called the Asura series and all, right? So mythology and stuff. So the writer is a Keralite. His name is Anand Neelakandan. So I was watching one of his interviews, and there this language part came. So that is an interesting topic of debate. We'll come to that in one of the future episodes, I believe. Sure. So yeah. Anyways, it was a very interesting talk. Thank you, Fico, for joining. Sahad Jubin ഇതിൽ പങ്കെടുത്തതിന് വളരെയധികം സന്തോഷം. നമുക്ക് മറ്റൊരു എപ്പിസോഡുമായി ഉടൻ തന്നെ കണ്ടുമുട്ടാം. ഇലക്ഷൻ സംബന്ധിച്ചുള്ള ചർച്ചകൾ ഇനിയും ഉണ്ടാവും. തീർച്ചയായും പങ്കെടുക്കുക. കൂടുതൽ ആൾക്കാരെ ഇതിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. നമുക്ക് നല്ലൊരു ചർച്ചകൾ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പാൻ ഇന്ത്യൻ ചർച്ചയായിട്ട് വളരട്ടെ. പാൻ ഇന്ത്യൻ ചർച്ചയായി ഇപ്പൊ പാൻ സൗത്ത് ഇന്ത്യൻ ആയിട്ട് കൂടുതൽ അറിഞ്ഞ്, അതെ അല്ലെങ്കിൽ തീർച്ചയായും. Yes. Fico will share more of someone from Karnataka too. I will do that. I will do that. Yes. കർണാടകയെ പ്രതിനിധീകരിക്കുക ആന്ധ്രാപ്രദേശിൽ ആരുണ്ടാവും? സംസാരിക്കാൻ കഴിവുള്ളവർ കുറവാണ്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പോരായ്മയായിട്ട് ഞാൻ കാണുന്നത്. Anyways, thank you gentlemen for joining. I will let you know when is the next meeting. It was very interesting. Thank you very much. I'll talk to you soon.